ഇന്ന് ലേശം വർഗീയത പറയുന്നു കേട്ടോ. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒന്നും തോന്നണ്ട. കേരളത്തിലെ ടിപ്പിക്കൽ മുസ്ലിം ഫാമിലികളിൽ സ്വത്ത് ഭാഗം വെക്കുമ്പോൾ പെങ്ങന്മാരെ മൂഞ്ചിക്കാരാണ് പതിവ്. കഥ പറയാം. ഇത് ഹാജറയുടെ കഥ. ഹാജറയുടെ ഭർത്താവ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുന്ന സമയത്ത് ഹാജറക്ക് 3 ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ. 2 ആണും 1 പെണ്ണും. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഹാജറയുടെ ജീവിതം കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നിറഞ്ഞതായിരുന്നു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നല്ലവരായ കുറച്ച് നാട്ടുകാരും കുറച്ച് ബന്ധുക്കളൊക്കെ കൂടിയിട്ട് ഒരു ചെറിയൊരു വീടും സെറ്റപ്പൊക്കെ ആക്കി കൊടുത്തിട്ടോ. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് മക്കളൊക്കെ കുറച്ച് വലുതായി, ജോലിയും കാര്യങ്ങളൊക്കെ ആയി. പിന്നീടാണ് കുറച്ചൊരു ആശ്വാസം ലഭിച്ചത്. ഇതേ സമയം ഹാജറയുടെ വീട്ടിൽ ഹാജറക്ക് 2 ആങ്ങളാരാണ് കേട്ടോ. ഈ 2 ആങ്ങളാർക്ക് 1 പെങ്ങളാണ് ഹാജറ. ഹാജറയുടെ വീട്ടിൽ കുറച്ച് ഭൂസത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഹാജറയുടെ ഉപ്പയും ഉമ്മയും ഈ സമയത്ത് ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഹാജറയുടെ ഭൂസത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ആങ്ങളാർ ഹാജറക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമെന്നുള്ളത് ഹാജറ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഭൂസ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ഈ 2 ആങ്ങളാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭൂസ്വത്ത് പങ്കിട്ടെടുക്കുകയാണ്. ഹാജറയെ ഭൂസ്വത്ത് ഓഹരി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഹാജറയുടെ അനുഭവമല്ല കേട്ടോ. ഒരുപാട് ഹാജറമാർ കേരളത്തിലെ മുസ്ലിം ഫാമിലികൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് തഴയപ്പെടുന്ന സഹോദരിമാരാണ് കേട്ടോ ഈ കാണുന്നത്.